നമുക്ക് പാല് കുറച്ച് പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് 4 എടുക്കുക. ഇത് ശരിക്കും ഫുഡ് കളറായിട്ടാണ് ചെയ്യേണ്ടത്. പക്ഷെ എൻ്റെയൊക്കെ ഫുഡ് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കളർ വെച്ച് ചെയ്യുന്നതെന്നുള്ളൂ. അപ്പം നമുക്ക് ഒരു ബഡ്സ് എടുത്ത് കളറിലേക്ക് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ വേറെ കളറിലെടുക്കുക. അടുത്തത് ഗ്രീൻ കളറാണ് ഞാൻ എടുക്കുന്നത്. അടുത്തത് യെല്ലോ എടുക്കുക. എന്നിട്ട് ബഡ്സ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് ചെയ്യാം. എന്നിട്ട് അടുത്ത കളർ ഞാൻ റെഡാണ് എടുക്കുന്നത്. ഒരു ബഡ്സ് എടുത്തിട്ട് ഇനി നമ്മൾ സോപ്പും വെള്ളത്തിൽ മുക്കി കഴിഞ്ഞിട്ട് ഈ കളേഴ്സൊക്കെ ഇല്ലേ അതിൻ്റെ സെൻറ്ററൊക്കെ നമ്മൾ ഈ ബഡ്സ് വെച്ച് ജസ്റ്റ് ടച്ച് ചെയ്താൽ ഈ കളേഴ്സൊക്കെ ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട് റൺ ചെയ്യും. നോക്കൂ, ഇത് കണ്ടോ ഗൈസ്? ഇത് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിട്ട് മാറുന്നത് കണ്ടോ? ഇത് കാരണം വെള്ളത്തിലുള്ള മോളിക്യൂൾസ് ഈ കളറിനായിട്ട് അട്രാക്റ്റീവ് ആയ കാരണമാണ് ഇത് ഡിഫറെൻറ്റ് കളേഴ്സിൽ പാറ്റേൺ ആയി മാറുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഫുഡ് കളറായിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള കളേഴ്സ് കൊണ്ട് ചെയ്തെന്നുള്ളൂ. ഗൈസ് ഇത് ചെയ്തിട്ട് വർക്കായോ എന്നുള്ളത് കാണിച്ചിട്ട് കമൻ്റ് ഇടുക.